വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ചൂടേറിയ ഈ മരുഭൂമി നമുക്കൊന്നിച്ച് അല്പനേരമായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം. പത്തനാപുരത്ത് നിന്ന് രാവിലെ ആരംഭിച്ചതായ ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്ര പല പ്രദേശങ്ങളിലും സന്ദേശം അറിയിച്ച് ഞങ്ങൾക്ക് ഈ കവലയിൽ എത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളിൽ പറ്റുന്ന വിപത്തുകളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിന്റെ എല്ലാം അനന്തരഫലം എന്താണ് എന്ന് മനുഷ്യന് അറിയാൻ കഴിയാതെ നെട്ടോട്ടമോടുകയാണ്. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. അടുത്ത നിമിഷം മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം 2018-19 കാലഘട്ടത്തിൽ ആരംഭിച്ച ചെറിയൊരു കൊറോണ വൈറസ്, ഒരു മനുഷ്യന് കണ്ണുകൊണ്ട് കാണാനോ പിടിക്കുവാനോ കഴിയാത്ത ഒരു വൈറസ് ലോകം മുഴുവനും കീഴ്പ്പെടുത്തി. കോടിക്കണക്കിന് ആളുകളെ വലിച്ച് മരണത്തിലേക്ക് വലിച്ചടിച്ച ആ വൈറസ് മനുഷ്യ ജീവിതത്തെ കിടിലം കൊള്ളിക്കുവാനിടയായി. ലോക ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുവാനിടയായി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. മനുഷ്യർ വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, അതാ അനുഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതും നമ്മുടെ വേർപ്പ് കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ നേടിയതൊക്കെ അടുത്ത നിമിഷം ആർക്കാകുമെന്ന് ആർക്കും പറയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. മരണം മനുഷ്യന്റെ ഒരു അടി അകലം മാത്രമായി നിൽക്കുകയാണ്. എപ്പോഴെന്തു സംഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. ആകാശത്ത് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു, ഭൂമിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മഴ പെയ്യാത്തതുകൊണ്ട് ചൂട് വർദ്ധിക്കുന്നു. നമുക്കറിയാം, എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത ചൂടാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും? ഇതിന് പരിഹാരം എങ്ങനെ കാണുവാൻ കഴിയും? മനുഷ്യ ജീവിതം നെട്ടോട്ടമോടുകയാണ്. എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നുവെന്ന് ചോദിച്ചാൽ, കർത്താവാകുന്ന യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒരു വാക്കിങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ ഞാൻ വീണ്ടും മടങ്ങി വരും. ആകാശത്തേക്ക് നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ പോകുന്നവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ സംഭവങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെ വായിക്കുന്നു? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദ്രവ്യാഗ്രഹികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരുമായി സൽഗുണദോഷികളായി ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദൈവശക്തിയെ കെടുത്തുന്നവരായി ലോകത്ത് നടമാടുവാനിടയാകും. അത് അന്ത്യകാല ലക്ഷണമാണ്. പെട്ടെന്നുള്ള ആപത്തുകൾ, എത്രയോ വാഹനാപകടങ്ങൾ, എത്രയോ മാരകമായ സംഭവങ്ങൾ നമുക്കറിയാം. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കേൾവിയാണ്. കാട്ടുപോത്തും കാട്ടുപന്നിയും കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ വേട്ടയാടുകയാണ്. അങ്ങനെയുള്ള വിവിധ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാവി എന്തായിത്തീരും? നാം ഇന്നോ നാളെയോ നാം മരിച്ചാൽ നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും? വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നു. മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമുണ്ട്. ഈ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യരും മരിക്കും. മരിച്ചതിന് ശേഷം മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതമുണ്ട്. ബൈബിൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന നിത്യജീവൻ എന്നാണ്. നിത്യജീവൻ
അത് ഈ ലോകത്ത് നമുക്ക് എറ്റേണൽ ലൈഫില്ല. ഈ ലോകത്ത് നമ്മൾ താൽക്കാലികമാണ്. ഈ ലോകത്ത് നമ്മൾ താൽക്കാലികമായിട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ബൈബിള് പഠിപ്പിക്കുന്നു 70, ഏറെയായാൽ 80. ഇപ്പൊ അത്രയും പോകത്തില്ല, കൂടിപ്പോയാൽ 50, 60. പിന്നെ പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞോണം. കാരണം ദൈവം തന്ന ആയുസ്സാണെന്ന് വിചാരിക്കുക. കാരണം വളരെ ആയുസ്സിനെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം മൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരിൽ കുടികൊള്ളുന്ന പാപമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ദീർഘായുസ് കൊടുത്തു. 969 വർഷം മെഥൂശലേക്ക് എന്ന് പറഞ്ഞൊരാൾ ജീവിച്ചു.